മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ക്രിസ്ത്യാനികൾ എഴുതിയ ചില പുസ്തകത്തെക്കുറിച്ചും നമ്മുടെ ഹിന്ദുധർമ്മത്തെ അവരെങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം 2-3 പ്രാവശ്യമായിട്ട് പുസ്തകം നിങ്ങളെ കാണിച്ചിട്ട് വിവരിക്കേണ്ടായി. മറിച്ചുള്ളൊരു പുസ്തകം ഉണ്ടല്ലോ, അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ആ പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നും നിങ്ങൾ അറിയുന്നത് നല്ലതാണ്. എന്തിനാ അത് അറിയുന്നതെന്നറിയോ? ഞാൻ അമേരിക്കയിലേക്ക് 5-6 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെയെല്ലാം ഹിന്ദു ധർമ്മം പഠിപ്പിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളായ അധ്യാപികമാരാണ്. ആ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അധ്യാപികരോ അധ്യാപകന്മാരോ ആരും ആവാം. പക്ഷെ അവരെല്ലാം ഈ ഹിന്ദു ധർമ്മം കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് അവസാനം അതിൻ്റെ നെഗറ്റീവുകളെല്ലാം പറഞ്ഞ് അതിനെ വെറുപ്പിക്കുന്ന രീതിയിലാണ് വിവരിച്ചു കൊടുക്കുന്നത്. ക്രിസ്ത്യാനികളുടെ സ്പിരിച്വൽ ലെവൽ വളരെ ലോ ആണ്. ആ ലോ ലെവലിലേക്ക് കൊണ്ടുവന്ന ശിവനെയും പാർവതിയെയും ബ്രഹ്മാവിനെയും സരസ്വതിയെയും വിഷ്ണുവിനെയും ലക്ഷ്മിയെയും ഗണപതിയെയും സുബ്രഹ്മണ്യനെയൊക്കെ വിവരിക്കുമ്പോൾ അതവർ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള സിംബോളിക് പ്രസന്റേഷൻ ഒന്നും പറയില്ല. വളരെ വിചിത്രമായ രീതിയിൽ ലോകത്തിലെ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഒരു മതമാണ് എന്ന് പറയുകയും അതിനെ ആരെങ്കിലും കൗണ്ടർ ചെയ്താൽ ആ കൗണ്ടർ ചെയ്യുന്നവർ പറയുന്ന നന്മകളൊക്കെ ഉണ്ടെങ്കിലും പരമമായിട്ട് തിന്മകളാണ് എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എടുക്കുന്നവരെ കേട്ടിട്ടുമുണ്ട്. ഇപ്പോ ഒരു പുസ്തകം ഒരാൾ എഴുതിയത് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന പുസ്തകം, അത് അഗസ്റ്റിൻ തോട്ടക്കര CMI ആണ് എഴുതിയത്. ശരിക്കും ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിലെല്ലാം നോക്കിയാൽ അത്ഭുതകരമായിട്ടുള്ള നന്മകളാണ്. ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി, ഇമ്പോർട്ടൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി, ദ സീക്രട്ട് ബുക്സ് ഓഫ് ഹിന്ദുയിസം, സം ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആൻഡ് കാറ്റഗറീസ് ഓഫ് ഹിന്ദു റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി, പിന്നെ സ്പിരിച്വൽ ആസ്പിറന്റ്, സ്പിരിച്വാലിറ്റി മീൻസ്, അങ്ങനെ നല്ല അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ ആ ഗഹനമായ രീതിയിൽ അഗസ്റ്റിൻ തോട്ടക്കര ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇന്ത്യൻ സ്പിരിച്വാലിറ്റി. ആര് വായിച്ചാലും അത്ഭുതം തോന്നും. പക്ഷേ അതിൻ്റെ ലാസ്റ്റ് പാർട്ടാവുമ്പോൾ 313-ാമത്തെ പേജ് എത്തുമ്പോൾ ആ വിഷയം അങ്ങോട്ട് മാറുകയാണ്. ദ ഗുരു ഐഡിയൽ ഓഫ് ഹിന്ദുയിസം ആൻഡ് ദ ഗുരുഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ ഹിന്ദു ധർമ്മത്തിലെ എല്ലാം പല പല ഗുരുക്കന്മാരിൽ ഉള്ള ഗുണങ്ങളെല്ലാം ഒരൊറ്റ ഗുരുവായ യേശു ക്രിസ്തുവിൽ വരുന്നു എന്ന് പറഞ്ഞ് കൺവെർജ് ചെയ്യാൻ, പിന്നെ ഇല്ലാത്തതും ഉള്ളതുമെല്ലാം ഒരൊറ്റ ചാപ്റ്ററിൽ 3rd പാർട്ടിൽ അത് വിവരിച്ച്, പിന്നെ ഇടയ്ക്ക് വിവരിച്ച് ബാക്കി ഇടയ്ക്കെല്ലാം ഉണ്ടകോപനിഷത്തും കേനോപനിഷത്തും ഈശാവാസ്യോപനിഷത്തും അതെല്ലാം കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് 1-2 വരി ഇതെല്ലാം യേശു പറഞ്ഞതാണ് എന്ന് വരുത്തി തീർത്ത് യേശുവിന് ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. എന്നിട്ട് ഈ 341-ാമത്തെ പേജിൽ ഗുരുഷിപ്പ് ഓഫ് ക്രൈസ്റ്റും ക്രൈസ്റ്റിന്റെ മിഷനും, ഗുരുഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്, ക്രൈസ്റ്റിന്റെ മിഷൻ, അത് ഭാരതത്തിന്റെ സന്ദേശം ലോക ജനതയ്ക്ക് എത്തിക്കാൻ ഈശ്വരൻ അവതരിപ്പിച്ച ഗുരുവാണ് യേശു ക്രിസ്തു. ക്രൈസ്റ്റ് ദ മാസ്റ്റർ, മീഡിയേറ്റർ ആൻഡ് റിഡീമർ. അതുപോലെ തന്നെ അങ്ങനെ എല്ലാം പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പാർട്ടാവുമ്പോൾ തപസ് എന്നുള്ളത് ഹിന്ദു ആൻഡ് ക്രിസ്ത്യൻ, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും തപസ് ഒരേപോലെയാണ് എന്ന് വരുത്തി തീർത്ത് യേശു ക്രിസ്തു ഒരു വലിയ താപസനും ഋഷിയുമായിരുന്നു. അത് ബ്രാഹ്മണിക് ട്രഡീഷനാണ്. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ചെയ്തത് തപസ്സാണ്. അത് ഇടയ്ക്ക് 2, 3, 4, 5 വരികൾ കൊടുക്കാം. ബാക്കി മുഴുവനും ഉപനിഷത്തുക്കളെ കുറിച്ച്, വേദങ്ങളെ കുറിച്ച് വിവരിക്കാം. അങ്ങനെ
ഒരു തരത്തിൽ ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞൊരു വരിയുണ്ട്. ബൈബിളിലെയും ക്രിസ്ത്യാനിറ്റിയിലെയും വിഷം മറ്റുള്ളവരിൽ ഇഞ്ചക്ട് ചെയ്യാൻ ഹിന്ദുവിൻ്റെ പഞ്ചസാര മധുരം ചേർത്ത് കൊടുക്കാം. ആ വിഷം കൊടുക്കാൻ ഹിന്ദു ധർമ്മത്തിന്റെ ഉപനിഷത്തും വേദത്തിന്റെയും കവറിങ് ഇട്ട് അത് കൊടുക്കാം. ഈ അഗസ്റ്റിൻ തോട്ടക്കര എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്ന പുസ്തകത്തിലെ 350 പേജ് 330 പേജ് വരെ വായിച്ചാൽ ഒരു സാധാരണ ഹിന്ദുവിന് അത്ഭുതം തോന്നുന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. 95% സന്യാസിമാർക്കും ഹിന്ദു പണ്ഡിതന്മാർക്കും അറിയാത്തത് നല്ലോണം പഠിച്ച് അഗസ്റ്റിൻ തോട്ടക്കര എഴുതിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ചെന്ന് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഈ ഹിന്ദു ധർമ്മത്തിലെ സർവ്വതും പ്രകടമായിട്ട് കാണുന്ന ഒരേ ഒരു അവതാരം യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ശരിക്ക് അറിവുള്ള ക്രിസ്ത്യാനിയും അറിവില്ലാത്ത ക്രിസ്ത്യാനിയും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ബിഷപ്പുമാരും കർദിനാൾമാരും അച്ഛന്മാരും കന്യകാസ്ത്രീകളും അവർ ചെയ്യുന്നതും രണ്ട് രീതിയിലാണ്. ഇണങ്ങിയാൽ നക്കിക്കൊന്നുകൊണ്ട് മുമ്പോട്ട് പോവുക, പിണങ്ങിയാൽ കുത്തിക്കൊന്നുകൊണ്ട് മുമ്പോട്ട് പോവുക, അങ്ങനെയുള്ള രീതിയിലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഹൈന്ദവ ജനതയ്ക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള ഈ മഹാസാഗരം പഠിക്കാൻ ക്രിസ്ത്യാനികളെ പോലെ ഒരു പ്രാകൃത ഗ്രന്ഥമല്ലല്ലോ ഉള്ളത്. ഇത്രയും അധികം ഗ്രന്ഥങ്ങൾ, അതിലെ ഏത് വരി ആർക്ക് വേണമെങ്കിലും ഉദ്ധരിച്ച് എങ്ങനെ വേണമെങ്കിലും പറയാം, വ്യാഖ്യാനിക്കുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ഒക്കെ ചെയ്യാം. ഇത്രയും മഹാസാഗരത്തില് പലപ്പോഴും ഹിന്ദുക്കൾ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു. ഇതേമാതിരി അഗസ്റ്റിൻ തോട്ടക്കര പോലെയുള്ളവർ എഴുതിയ പുസ്തകത്തിന്റെ അവസാന ഭാഗമൊക്കെ വായിച്ച് ഇത്രയും അധികം ഗുണഗണങ്ങൾ ഭാരതീയ പൈതൃകത്തിലുള്ളത് എല്ലാം ഒരാളിൽ അത് സമ്മേളിക്കുന്നു എങ്കിൽ ആ ഒരാളെ പൂജിച്ചാൽ പോരെ എന്നൊരു തോന്നല് ഉണ്ടാക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യാനികൾ. അങ്ങനെയാണ് രണ്ട് രീതിയിലും മതപരിവർത്തനം ചെയ്ത് ഹിന്ദുക്കളുടെ എല്ലാം ഒരു വശത്ത് കൂടെ എടുക്കുകയും ചെയ്യാം, ഹിന്ദുക്കളുടെ ഹിന്ദുധർമ്മം പ്രാകൃതമാണെന്ന് പറഞ്ഞ് അവഹേളിക്കുകയും ചെയ്യാം. രണ്ടും ഒരുമിച്ച് ചെയ്തുകൊണ്ടാണ് ക്രിസ്ത്യാനികള് മതം മാറ്റുന്നത് എന്ന് കൂടി നിങ്ങൾ അറിയണം. ഇനി നമുക്ക് ഒരു ജോലിയേ ഉള്ളൂ, അങ്ങോട്ട് പോയവരെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. 10,000-കണക്കിന് ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിന്റെ അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങളും വികസിത രാഷ്ട്രങ്ങൾ അവിടെയുള്ള ജനങ്ങൾ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയെ തൂത്തെറിഞ്ഞത് എന്നും വ്യക്തമായി ബോധമുള്ളവരാണ്. ആ ബോധം നമ്മുടെ ഭാരതത്തിലും ഭാരതീയർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയും ഉണ്ടാക്കാൻ സാധിച്ചാൽ ഈ ധർമ്മമേവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും, ധർമ്മത്തെ നശിപ്പിക്കുന്നവനെ ധർമ്മം നശിപ്പിക്കുമെന്ന് ഭീഷ്മര് ധർമ്മപുത്രരോട് പറഞ്ഞത് ഹിന്ദു ധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്ന നമുക്കും ബാധകമാകും. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും നടത്തുന്ന ഒരു പണി, അല്ലാതെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും നടത്തുന്ന പണി, രണ്ടിൻ്റെയും പരമമായ ലക്ഷ്യം ഹിന്ദുവിനെ മതം മാറ്റുക, ഹിന്ദുക്കളെ കുറിച്ച് തെറ്റായിട്ടുള്ള ധാരണകൾ ഹിന്ദുക്കളിലും വിദേശ രാജ്യങ്ങളിലും ഉണ്ടാക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളാണ്. ചിലപ്പോ ചിലർ ചോദിക്കാറുണ്ട് എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെയാണോ എന്ന്. മതവുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്തുന്ന എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെയാണ്, ഒരു സംശയമില്ല. മതം പഠിക്കുകയോ പഠിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന എല്ലാ ക്രിസ്ത്യാനിയും ഒരൊറ്റ കാറ്റഗറിയിൽ പെടുന്നവരാണ് എന്നുകൂടി മനസ്സിലാക്കാം. ആ ഒറ്റ കാറ്റഗറി ഏതാണ്? ഹിന്ദുക്കളെയും ആ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നവരെയും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ അതിന് തടയാനും നമ്മുടെ ധർമ്മത്തെ പഠിപ്പിക്കാനും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഉണ്ടെങ്കിൽ അത് മാറ്റാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. പ്രണാമം, നമസ്കാരം.